അബ്ദുള്ള കുട്ടിയൊക്കെ BJP പോകുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ആളുകളല്ലല്ലോ. അങ്ങനെ വ്യത്യസ്തമായ ആളുകളെ സെൻകുമാർ, മുൻ DGP സെൻകുമാർ വ്യത്യസ്തമായ ആളുകളെ പല സ്ഥലത്തും കൊണ്ടുപോകാറുണ്ട്. നരേന്ദ്രമോദി തന്നെ വന്നത് വലിയ വ്യത്യസ്തമായിട്ടല്ലേ. കാരണം LK അദ്വാനി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രഥയാത്ര നടത്തുന്നു. അതുപോലെ തന്നെ ബാബറി മസ്ജിദിൽ രാമയാത്ര നടത്തുന്നു. ഇതെല്ലാം നടത്തി ഇന്ത്യയിൽ വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കിയ നിന്നതിന് ശേഷം ആ ഹൈപ്പിലൂടെയൊക്കെ BJPക്ക് അധികാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, സാധാരണ ഒരു മുഖ്യമന്ത്രിയായിരുന്ന, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തിലൊക്കെ വലിയ പ്രതിസന്ധിയും ആക്ഷേപമൊക്കെ കേട്ട, അധിക്ഷേപമൊക്കെ കേട്ട നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത്. പലപ്പോഴും BJP ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ ചെയ്യാറുണ്ട്. പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിൽ ഇതുപോലെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. അണ്ണാമലൈ IPS, അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു. വളരെ സത്യസന്ധനായ IPS കാരനായിരുന്നു. ഒരുപാട് വലിയ തോതിലുള്ള നീതിമാനായ IPS ഓഫീസറായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം IPS ഓഫീസർ ആയിരിക്കുമ്പോൾ തന്നെ വലിയ വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ശുദ്ധമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ നേതൃത്വത്തിൽ എന്ന് കരുതിയാണ് താൻ BJPയിൽ ചേർന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ അദ്ദേഹം പത്രങ്ങളെ ധാരാളമായി, ചാനലുകളെയും പത്രങ്ങളെയും കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു വാർത്ത, ഞാൻ കൃഷി ചെയ്യാൻ പോകും, എനിക്ക് നാട്ടിൽ ഒരുപാട് കൃഷിയുണ്ട് അപ്പാക്കി. കാരണം തമിഴ്നാടാണല്ലോ, അപ്പോൾ ധാരാളം കൃഷിസ്ഥലമൊക്കെ ഉള്ളതാണ്. കൃഷിയൊക്കെ ചെയ്താലും നന്നായി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ അപ്പായുടെ കൃഷിസ്ഥലം നോക്കി ഞാൻ കൃഷി ചെയ്ത് ജീവിക്കും എന്നൊരു വാചകം അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കി എന്നത് പോട്ടെ കേന്ദ്രത്തിലേക്ക് എടുത്തുമില്ല.